വലിയ പരിശുദ്ധാത്മ ശക്തിയാൽ നയിക്കപ്പെട്ട ഒരു ഡീക്കനായിരുന്നു ഈ സെയിന്റ് സ്റ്റീഫൻ. ഡീക്കൻ എന്ന് വെച്ചാൽ ശുശ്രൂഷകൻ, സ്റ്റീഫൻ എന്ന് വെച്ചാൽ കിരീടം, ആദരവ്, ബഹുമാനം എന്നൊക്കെ അതിന്റെ അർത്ഥമുണ്ട്. കിരീടം വെച്ച ശുശ്രൂഷകൻ, ഒരു ചെറുപ്പക്കാരനായിരുന്നു സ്റ്റീഫൻ. സമൂഹത്തിലെ പ്രാമാണികത്വമൊക്കെ അവകാശപ്പെടാനുള്ള യഹൂദ കുടുംബത്തിൽ ജനിച്ചയാളാണ് സ്റ്റീഫൻ. ഈ സ്റ്റീഫനാണ് ആദിമ ക്രൈസ്തവരുടെ കൂടെ കൂടി ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് തുടങ്ങുക. ഇത് യഹൂദരിലെ പ്രമാണിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്റ്റെഫാനോസിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞിരുന്ന വാക്കുകളോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടിയിട്ട് ആ കാലയളവിൽ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാർക്കോ പുരോഹിതന്മാർക്കോ ഒന്നും സാധിച്ചില്ല എന്നതാണ് സത്യം. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് ഈ പ്രമാണിമാര് മറ്റുള്ളവരെ പറഞ്ഞ് ഏൽപ്പിച്ച് ദൈവദൂഷണം എന്ന കുറ്റം ആരോപിച്ച് അവനെ വിധിക്കാൻ കൊണ്ടുപോവാണ്. ഈ കള്ള വിചാരണയുടെ നടുവിലും അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ദൈവദൂതന്റെ മുഖം പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ളവനായിരുന്നു സ്റ്റെഫാനോസ്. ഇവന്റെ മുമ്പിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. either deny Jesus, ഒന്നെങ്കിൽ യേശുവിനെ ഡിനൈ ചെയ്ത് യഹൂദ വിശ്വാസത്തെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ യേശുവിനെ ഏറ്റു പറഞ്ഞിട്ട് മരിക്കാൻ തയ്യാറാവുക. മരണവും ജീവന്റെയും നടുവിൽ കടന്നുകൊണ്ടുള്ള ഒരു കളിയാണ്. യേശുവിനെ പ്രഘോഷിക്കാൻ ഇതിലും മനോഹരമായ സമയം ഇല്ല. പ്രധാന പുരോഹിതൻ ചോദിച്ചു, ഇതെല്ലാം സത്യമാണോ? പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസോപ്പൊട്ടോമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി. ഈ മനുഷ്യൻ വിചാരണ ചെയ്യുന്ന സമയത്ത്, ന്യായാധിപ സംഘത്തിന്റെ മുമ്പില് മരിക്കുന്ന ഉറപ്പുള്ള സമയത്ത് രക്ഷാകര ചരിത്രം തുടങ്ങും അവൻ. ഇത്രയെല്ലാം പറഞ്ഞിട്ട് അവരുടെ തെറ്റ് വെളിപ്പെടുത്തി കൊടുക്കും. സ്റ്റെഫാനോസ് പറയുകയാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാര് അവരെ പോലെ തന്നെ നിങ്ങൾ യേശുവിനെ കുറിച്ച് കൊന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? ആ മനുഷ്യന്റെ വിശ്വാസ സ്ഥൈര്യം, കുറെ രക്തസാക്ഷികൾ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ സംഭവമെങ്കിൽ ഒരു പ്രചോദനമാണ് വിചാരിക്കുക. ആദ്യത്തെ രക്തസാക്ഷിയാണ്, ഇതുവരെ രക്തസാക്ഷികൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ മുമ്പിൽ ശക്തമായൊരു വെല്ലുവിളിയാണ് പറയുമ്പോൾ അവരെ ഈ വിശുദ്ധ സ്റ്റീഫൻ എന്ന് പറയുന്നത്. ഇത് മരണമല്ല, സാക്ഷ്യമാണ്.